പിറ്റേന്ന് രാവിലെ ഞാൻ കാപ്പിയും കൊണ്ട് രാജശേഖരൻ തമ്പി അങ്ങുന്നതിന്റെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അങ്ങുന്നേ 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 മാങ്കുളത്ത് വലിയ വീട്ടിൽ രാജശേഖരൻ തമ്പി എഴുതി വെച്ച മരണപത്രം. രാജശേഖരൻ തമ്പീസ് ഇൻഡസ്ട്രീസും എന്റെ പേരുള്ള മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളും ഇന്നു മുതൽ എന്റെ മകൻ ശങ്കരനാരായണൻ തമ്പിയുടെ മകൻ സുകുമാരൻ തമ്പിക്ക് അവകാശപ്പെട്ടതാണ്. മേൽപ്പടി സുകുമാരൻ തമ്പിക്ക് 21 വയസ്സാകുന്നത് വരെ ഈ സ്വത്തുക്കളുടെ കൈകാര്യകർത്തൃത്വം എന്റെ മകന്റെ ഭാര്യയും മേൽപ്പടി സുകുമാരൻ തമ്പിയുടെ മാതാവുമായ ശാരദയിൽ നിക്ഷിപ്തമാണ്. മേൽപ്പടി ശാരദയ്ക്ക് ജീവഹാനിയോ മറ്റോ സംഭവിച്ചാൽ ഈ സ്വത്തുക്കളുടെയും മേൽപ്പടി സുകുമാരൻ തമ്പിയുടെയും സംരക്ഷണ ചുമതല എന്റെ സഹോദരിയും വിധവയുമായ സുഭദ്രാമ്മ തങ്കച്ചി നിർവഹിക്കേണ്ടതാണ്. എന്റെ ചെറുമകൻ മേൽപ്പടി സുകുമാരൻ തമ്പിക്ക് അകാല മരണം സംഭവിച്ചാൽ ഈ സ്വത്തുക്കളെല്ലാം അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ട്രസ്റ്റിന് ചെന്ന് ചേരേണ്ടതാണ്. കേശവ, എന്താ വച്ചമ്മേ? ഞാനൊരു കാര്യം പറയും. തിരിച്ചെന്നോട് ഒന്നും ചോദിക്കാൻ പാടില്ല. പക്ഷെ നീ അതനുസരിക്കണം. ശരി, നീ പൊയ്ക്കോ. പിന്നെ ഒരു വലിയ ചതിയാണ് കുഞ്ഞെ ആ സ്ത്രീ ചെയ്തത്. കുഞ്ഞിന്റെ സ്വത്തുക്കൾ അവരുടെ മകന് കിട്ടുന്നതിന് വേണ്ടി കുഞ്ഞാണെന്നും പറഞ്ഞ് അവരുടെ മകനെ പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. കുഞ്ഞിനെ അവരുടെ മകനായിട്ടും വളർത്തി. മമ്മി, എന്താ? എനിക്ക് വിശക്കുന്നു. അടുക്കളയിൽ ചെന്ന് വേലക്കാരോട് ചോദിക്കും. മമ്മി വന്ന് എടുത്തു തന്നാ മതി. വാ മമ്മി. ഇതൊരു ശല്യമായി പോയല്ലോ. കൊച്ചമ്മേ, കൊച്ചമ്മേ, ഈ സ്വത്തുക്കൾ മുഴുവനും ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടതാണ്. ഇതിനാണ് ഈ വിധി. എല്ലാം നിങ്ങളുടേതാക്കി തീർക്കാനുള്ള ശ്രമമാണല്ലേ? കൃഷ്ണൻ ഇവിടെ ഒരു വേലക്കാരൻ മാത്രമാണ്. അതെ, പക്ഷേ ഇവിടുത്തെ വല്യങ്ങന്ന് എന്റെ എല്ലാമായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് എനിക്കിവിടെ ജീവിക്കാനാവില്ല. എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. ആരോടെങ്കിലും ഇതൊന്ന് പറഞ്ഞു തീർക്കണം. കൃഷ്ണ, മോൻ വാ, അമ്മ അവൻ ചോറ് തരാം. അവർ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് ഏറെ നാൾ അവിടെ നിൽക്കാൻ
എന്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ എതിർത്തു. എന്നെയും കൊല്ലാൻ അവർ ശ്രമിച്ചു. ഭാഗ്യത്തിന് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇപ്പോഴും ഞാൻ മരിച്ചെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. വിധി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. താങ്ക് യു. സ്വപ്നെ, ഞാൻ വലിയൊരു പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണ്. വല്ല പ്രയോജനമുള്ള പ്ലാനാണോ ചേട്ടാ? നീയൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ സുഭദ്രാമ തങ്കച്ചിയുടെ സ്വത്തെല്ലാം കൈക്കലാക്കാൻ കഴിയും. റിയലി? യെസ്. ആ സ്വത്തിന്റെ യഥാർത്ഥ അവകാശി മിസ്റ്റർ സുകുമാരൻ തമ്പി ഇംഗ്ലണ്ടിൽ നിന്നും വരികയാണ്. അയാളുടെ മുൻപിൽ നീ നൃത്തം ചെയ്യണം. നിന്റെ മാതകത്വം നിറഞ്ഞ ചലനങ്ങൾ കൊണ്ട് അയാളെ മയക്കണം. അതെങ്ങനെയാ? ഞാൻ രവി ഇവിടെ നാട്ടി ഓടിച്ചതല്ലേ? അത് സാരമില്ല സ്വപ്നെ, അവനിപ്പോ ജയിലിലല്ലേ. കൂടാതെ സുഭദ്രാമ തങ്കച്ചി എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനിപ്പോ ഫോൺ ചെയ്യാം. യെസ്, സുഭദ്രാമ തങ്കച്ചി ഹിയർ. ഗുഡ് മോർണിംഗ്, ഞാൻ ശേഖറാണ്. ഓ മിസ്റ്റർ ശേഖർ, എന്താ വിശേഷം? മിസ്റ്റർ തമ്പി നാളെ എത്തുകയല്ലേ, നമുക്ക് അദ്ദേഹത്തിന് ഒരു ഗ്രാൻഡ് റിസപ്ഷൻ കൊടുക്കണ്ടേ? അതൊക്കെ വേണോ മിസ്റ്റർ ശേഖർ? വേണം വേണം, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഓക്കെ, ആസ് യു പ്ലീസ്. താങ്ക് യു. നമ്മുടെ പ്ലാൻ സക്സസ്. അളിയോ, നീ എന്താ അങ്ങനെ ഇരിക്കുന്നത്? വല്ലവരും ചത്തോ? നമ്മുടെ രവി ഇന്ന് ജയിലിൽ നിന്ന് പോവല്ലേ അളിയാ? അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? നമ്മള് സ്വന്തം സഹോദരങ്ങളെ പോലെ ഇവിടെ കഴിഞ്ഞവരല്ലേ. അതിനെന്താടാ, പുറത്തു പോയാൽ ഇതേപോലെ തന്നെ കഴിയാമല്ലോ. ഞാൻ പോട്ടെ. ഞങ്ങളും പുറത്തു വരാനുള്ള സമയമായി. വഴിക്ക് വെച്ച് എവിടെയെങ്കിലും കണ്ടാൽ ഒന്നും മിണ്ടെങ്കിലും ചെയ്യണേ. നിങ്ങളെയൊക്കെ മറക്കാൻ എനിക്ക് കഴിയുമോ? ജയിലിൽ നിന്ന് വരുമ്പോൾ ഓഫീസിൽ വന്ന് എന്നെ കാണണം. ഫാക്ടറിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാം. അത് മതി. മര്യാദയ്ക്ക് ജീവിക്കാമല്ലോ. ഞാൻ പോട്ടെ. ഈ സമയമായി. ഞാൻ പോകുന്നു ചേട്ടാ. ശരി, കുഞ്ഞു പോ. കുഞ്ഞിന്റെ അച്ഛന് വന്ന വിധി കുഞ്ഞിനുണ്ടാവാതെ സൂക്ഷിക്കണം. ആ സ്ത്രീ ഭയങ്കരിയാണ്. വരും മോനെ. ഹീസ് മിസ്റ്റർ ശേഖർ, മഹാരാജാസ് ക്ലബിന്റെ പ്രസിഡന്റ്. ആൻഡ് ആൾസോ യുവർ വെൽ വിഷർ. അത് നമ്മുടെ മാനേജർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സുദിനമാണ്. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിരുന്ന എന്റെ ജ്യേഷ്ഠന്റെ ചെറുമകൻ മിസ്റ്റർ സുകുമാരൻ തമ്പിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് വരെ തമ്പീസ് ഇൻഡസ്ട്രീസിന്റെയും എല്ലാ സ്വത്തുക്കളുടെയും ചുമതല എനിക്കായിരുന്നു. ഞാനത് മിസ്റ്റർ സുകുമാരൻ തമ്പിയെ മടക്കി ഏൽപ്പിക്കുന്നു. ഈ സുദിനം നമുക്ക് ആഘോഷിക്കാം. വരൂ.
മിസ്റ്റർ ശേഖർ, എനിക്ക് വേണ്ടി ഇവനോട് ക്ഷമിക്കണം. രവി, നീ ജയിലിൽ പോയി കുടുംബത്തിന്റെ അന്തസ്ത് തകർത്തു. എന്നിട്ടിപ്പോ പാർട്ടി കയറി വന്നത് ബഹളം ഉണ്ടാക്കാനാ? ഞാൻ പറഞ്ഞിട്ട് വേണം എങ്ങനെ പെരുമാറണം നിനക്ക് മനസ്സിലാക്കാൻ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. ഇത് രവി, എന്റെ മകനാണ്. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ അമ്മയുണ്ടല്ലോ. ഗോവിന്ദ, ഞാനത് നിർത്തി. മേലാൽ എന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരരുത്. ഇത് കളയാനുള്ളതല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. നമ്മളിടുന്ന എല്ലാ പരിപാടിയും തകരുകയാണല്ലോ ശേഖർ. അങ്ങനെ തീരുമാനിക്കാറായിട്ടില്ല. ആ രവി പെട്ടെന്ന് കയറി വന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ശേഖർ, അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നീ നോക്കിക്കോ, ഇന്ന് ഇമ്പാല കാറിൽ കറങ്ങുന്ന അവനെ നാളെ ഞാൻ തെരുവിൽ പിച്ചയെടുപ്പിക്കും. അതിനൊരു മാർഗമുണ്ട്. എന്താണത്? സുഗുവിനെ നമുക്കൊരു കരുവാക്കി മാറ്റണം. അയാൾക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളെ എങ്ങനെയെങ്കിലും കറക്കി ഞാനിവിടെ കൊണ്ടുവരും. ബാക്കി കാര്യം ഞാൻ ഏറ്റു ശേഖർ. സുഗു, സുഗു. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. ആന്റി എന്തിനാ എനിക്ക് കാപ്പി കൊണ്ടുവന്ന്?
എത്ര കാലമായി നീ എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട്? ആണ്ടി എന്നെ എന്തിനാ സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല, ചെറുപ്പത്തിലേ കണ്ടതല്ലേ. എത്ര വർഷമായി, നീ എങ്ങനെ വളർന്നുപോയി. അന്ന് നിന്നെ ബോർഡിങ്ങിൽ കൊണ്ട് ചേർത്തിട്ട് അന്നു മുതൽ ഇന്ന് വരെ നീ എന്ന് വരുമെന്ന് ഓർത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്തുമാത്രം വേദനിച്ചു. എന്നും എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമായിരുന്നു എനിക്ക്. സുഗു എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു? വൈ ഷുഡ് ഐ? ഞാൻ എന്തിനാ ആന്റിയെ പറ്റി ഓർക്കുന്നത്? എനിക്കൊരു അമ്മയില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുമായിരുന്നു. സുഗു ഇന്നലെ വല്ലാതെ കുടിച്ചിരുന്നു. ഇങ്ങനെ കുടിക്കരുത് കുഞ്ഞെ. അത് സാരമില്ല മമ്മി, ഞാൻ എത്രയോ കുടിച്ചിരിക്കുന്നു. ശീലിച്ചു പോയതല്ലേ, നീ അത് മാറ്റാൻ ഒക്കുമോ? എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും എനിക്കൊരു അമ്മ ഇല്ലാതായി പോയല്ലോ. ഞാനില്ലേ? അയ്യോ, അപ്പൊ എനിക്കോ? എന്തൊക്കെയായാലും മമ്മിക്ക് സുഖിന്റെ പെറ്റമ്മയാ സാധിക്കില്ല, ഇല്ലേ മമ്മി? യു ആർ കറക്റ്റ്. രവി പറയുന്നതാണ് സത്യം. ആണ്ടിക്ക് ഒരിക്കലും എന്റെ പെറ്റമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. ലക്ഷ്മി, ചൂടുള്ള ആ ദോശ ഇങ്ങ് കൊണ്ടുവരൂ. ഇഡ്ഡലിയും വേണം. പിന്നെ മുട്ട ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതും ഇങ്ങ് വേണം. വേഗം വേണം. What all this nonsense? നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? ഗുഡ് മോർണിംഗ് സു. ഗുഡ് മോർണിംഗ് മമ്മി. പുസ്തക വായനയിൽ വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ? See, this book is about painting. ഞാൻ ഒരുമാതിരിയൊക്കെ വരയ്ക്കുകയും ചെയ്യും. ഈ ചിത്രം കണ്ടോ? ദിസ് ഈസ് ഒറിജിനൽ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ആയി തിരിച്ചറിയാൻ പറ്റില്ല. ഫോറിനിൽ അത്ര സമർത്ഥരായ ആർട്ടിസ്റ്റുകളാണുള്ളത്. അവിടെ ഒറിജിനൽ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റുന്നത്? ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആക്കി മാറ്റുന്നവരാണുള്ളത്, അല്ലേ മമ്മി? വാട്ട് ആർ ഡൂയിങ് ആണ്ടി? നിങ്ങൾ കൈ കൊണ്ടെടുത്ത് വെക്ക്. എന്തെങ്കിലും രോഗം പിടിക്കും. എന്തിനാ ഫോർക്ക് സ്പൂണൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും കൈ കൊണ്ട് വരാതെ മുരളിയെ കൊടുത്തയക്കും. മമ്മി, എന്താ മമ്മി? അവൻ പോയെങ്കിൽ പോട്ടെന്നേ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. മമ്മി മമ്മിയുടെ കൈ കൊണ്ട് എനിക്കെടുത്ത് വെച്ചാ ഞാൻ കഴിക്കാം. എന്താ ആലോചിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും രോഗം വരുമെന്നോ? മമ്മിയുടെ കൈ കൊണ്ട് എടുത്തോ എനിക്ക് എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ വരട്ടെ, ഞാൻ സഹിച്ചോളാം.